നമ്മൾ നേരത്തെ കഴിച്ച പൊറോട്ടയുടെ കൂടെ കൂട്ടിയ ബീഫ് വിന്താലുവിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഗോവൻ സ്റ്റൈൽ ബീഫ് വിന്താലു എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണത്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 10 കാശ്മീരി മുളകും 10 എരിയുള്ള സാധാ വറ്റൽമുളകും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് കോക്കനട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം പട്ട അരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 6 പീസ് ഗ്രാമ്പും 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ടേ നമുക്ക് ഒരു ദിവസം ഒന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ദേ ഈ കാണുന്ന വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അരയാൻ വേണ്ടി എളുപ്പത്തിൽ ചെറിയ പീസുകളാക്കിയിട്ടേ കൂടെ 25 അല്ലി വെളുത്തുള്ളിയും കൂടെ കൂട്ടി ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, അതില്ലാത്തതുകൊണ്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് അടിച്ചരച്ചിട്ട് ഈ ഒരു പരിവാക്കി എടുക്കാട്ടോ. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ 1 കിലോ എല്ലില്ലാത്ത നെയ്യുള്ള ബീഫാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അടിച്ച പേസ്റ്റ് ഇട്ടിട്ട് ഏകദേശം 4-5 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഞാൻ ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വലിപ്പത്തിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലേ നമ്മുടെ ചെറിയവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റായിരുന്നു. കണ്ട എന്റെ കുക്കിംഗ് കണ്ടിട്ട് അവൻ വരെ വാവ് പറഞ്ഞു. അപ്പൊ സവാള ഈ ഒരു പരിവായി കഴിയുമ്പോഴേ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിലിട്ടാ മീഡിയം ടു ഹൈ ഹീറ്റിൽ. അപ്പൊ ഇത്രയുള്ള സംഭവം കുക്കർ തുറന്ന് എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. എളുപ്പം പരിപാടിയല്ലേ. പിന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അല്പം ഉപ്പും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തായിരുന്നു. ഇത്രയുള്ള പരിപാടി. നല്ല ഗോവൻ സ്റ്റൈല് ബീഫ് വിന്താലു റെഡി. ഇതൊരു ഒത്തന്റിക് റെസിപ്പി ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും കൊച്ചിക്കാരുടെ വിന്താലു അല്ല. ഇതാ വീട്ടിലുണ്ടാക്കിയ പൊറോട്ടയുടെ ചെറിയൊരു കഷ്ണം കീറിയിട്ടുണ്ടല്ലോ, കുഴച്ചങ്ങോട്ട് കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്റെ പൊന്നും അടിപൊളി കേട്ടോ. ആ ശർക്കര ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇച്ചിരി മധുരം കൂടുതലായിരിക്കും. പക്ഷെ സംഭവം ഫ്ലേവർ ഒക്കെ നല്ലോണം ബാലൻസ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക തരം വിന്താലു. അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പൊ ഈ വിന്താലുവിന്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.